ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. 2026 മോഡൽ റെനോ ട്രൈബറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള ടെക്നോ വേരിയന്റ് ആണിത്. റീസെന്റ് ഈ വേരിയന്റിൽ കുറച്ചധികം ഫീച്ചേഴ്സ് റെനോ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസും ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന റെനോ ട്രൈബറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള ടെക്നോ വേരിയന്റ് ആണ് ഈ കാണുന്നത്. ട്രൈബർ ശരിക്കും 4 വേരിയന്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒതന്റിക് എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ്, സെക്കൻഡ് വേരിയന്റ് എവല്യൂഷൻ, തേർഡ് വേരിയന്റ് ടെക്നോ നിങ്ങൾ ഈ കാണുന്ന വേരിയന്റ്, ഫോർത്ത് വേരിയന്റ് എമോഷൻ. ഈ ഫോർത്ത് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ട്രൈബറിലെ ഒരു വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് നിങ്ങൾ മാനുവൽ ആണ് നോക്കുന്നത് എങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ ഒരു ടെക്നോ വേരിയന്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എറ്റിന്റെ അതേ ലുക്കും തരുന്ന ട്രൈബറിലെ ഒരു വേരിയന്റ് ആണ് നമ്മളുടെ ഈ ടെക്നോ വേരിയന്റ്. അതുപോലെ തന്നെ 9 ലക്ഷം രൂപ താഴെ നിങ്ങളൊരു 7 സീറ്റർ നോക്കുന്നുണ്ട്, അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് ട്രൈബറിന്റെ ഈ ടെക്നോ വേരിയന്റ്. അതല്ല നിങ്ങളൊരു 5 സീറ്റർ ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒക്കേഷണലി മാത്രം 7 സീറ്റർ മതിയെങ്കിലും ഈ വാഹനം അതിന് യൂസ്ഫുൾ ആവുന്ന ഒരു വാഹനമാണ്. ഇനി ഇതിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടെക്നോ വേരിയന്റ് ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. പക്ഷെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ്. 1-2 ഫീച്ചേഴ്സിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നുണ്ട്. അതിന് ഫ്രണ്ടിലെ ക്രോം ലൈൻസ് ഒക്കെ വരുന്നത് കൊണ്ട് എവിടെയൊക്കെ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിലെ ഈ ഒരു ബോണറ്റിന്റെ ഡിസൈൻ തന്നെ ആ ഒരു ലൈൻസ് കാര്യങ്ങളെല്ലാം ചെറിയൊരു SUV ലുക്ക് കാര്യങ്ങൾക്കൊക്കെ ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് LED വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ പാർക്ക് ലൈറ്റ് കാണാം. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്തെല്ലാം ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ വശങ്ങളിലായിട്ട് ബമ്പർ പ്രൊട്ടക്ടർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പ്രൊട്ടക്ടറാണ്. 1300 രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. താഴേക്ക് വന്നാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഈ ബമ്പറിന്റെ പോർഷൻ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 182 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഈ ഒരു എയർ ഡാമിന്റെ പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും, ടോപ്പിലേക്ക് വന്ന ഗ്രില്ലിന്റെ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുമാണ് വരുന്നത്. ഗ്രില്ലിൽ നമുക്ക് ആ ഒരു സിൽവർ ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ടോപ്പിലും ഒരു ക്രോം ലൈൻ കാണാനായിട്ട് വരും. നടുക്ക് ആ പുതിയ ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എവിടെയൊക്കെ ഒരു SUV ലുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രീമിയം ഫീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് പുതിയ ടെക്നോ വേരിയന്റിലെ പ്രധാന മാറ്റം നമുക്ക് ഫീൽ ചെയ്യുക. നമുക്കൊരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വരുന്നുണ്ട്. അലോയ്സ് അല്ല, അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പോട് കൂടിയ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലെ ഈ ബ്ലാക്ക് ക്ലാഡിങ് നമുക്ക് ഇവിടെ എൻഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വന്ന് ഈ ഒരു പോർഷനിൽ എൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. മറ്റു വശങ്ങളിൽ വേറെ ക്ലാഡിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതും ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. റെനോയുടെ ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 കീ കൊടുത്തിരിക്കുന്നു. ഫ്ലിപ്പ് കീയോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ടോപ്പ് എൻഡിലാണ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോർമൽ ആന്റിന കാണാം. ഒരു റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ഇത് ഫംഗ്ഷണൽ ആണ്. 50 കിലോ വരെ നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. അപ്പോൾ ഇത് ഈ ട്രൈബർ എടുത്തിട്ട് നിങ്ങൾക്ക് ടാക്സി പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഒരു കാരിയറും കൂടി ടോപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലഗേജ് കാര്യങ്ങൾ അവിടെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സെക്കൻഡ് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള സെക്കൻഡ് ഡോറുകളാണ്. ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ ഡോർ പ്രൊട്ടക്ഷൻ ഗാർഡും കാണാനായിട്ട് പറ്റും. 700 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. ബാക്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു B പില്ലറും C പില്ലറും നമുക്ക് കൊടുത്തിരിക്കുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3985 വരുന്നുള്ളൂ. വീൽ ബേസ് ആണ് നമുക്ക് കൂടുതൽ. 2636 mm ആണ് വീൽ ബേസ്. സെഗ്മെന്റിലെ മറ്റേത് വാഹനത്തെക്കാളും കൂടുതൽ വീൽ ബേസ് നമുക്ക് ട്രൈബറിൽ ലഭിക്കുന്നുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ 1734 ഹൈറ്റ് 1634 കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സുമാണ് ഈ ടെക്നോ വേരിയന്റിൽ വരുന്നത്.
മറ്റ് ഫീച്ചേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗർ വന്നിട്ടുണ്ട്. ഡീഫോഗർ ഇപ്പോൾ ടെക്നോ വേരിയന്റിൽ അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വന്നൊരു ഫീച്ചറാണ്. നമുക്ക് ബാക്കിൽ സ്പോയിലർ ഒന്നും വരുന്നില്ല. ഒരു സ്പോയിലർ ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ടും വലിപ്പമുള്ള ഒരു വാഹനമായിട്ടും നമുക്ക് ട്രൈബർ ഫീൽ ചെയ്യും. ബാക്കിൽ ടെയിൽ ലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റോപ്പ് ലൈറ്റ് മീൻസ് ബാക്കിലെ ടെയിൽ ലൈറ്റ് കാണാം. അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ താഴെ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. അതും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടുക്ക് റെനോയുടെ ലോഗോ കാണാം. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിൽ ഈ കാണുന്ന ക്രാഷ് ഗാർഡ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 6300 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. ആ റിഫ്ലക്ടർ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ബമ്പർ പ്രൊട്ടക്ടർ നമുക്ക് ഇവിടെയും കാണാം. അതിനൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ 3 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ 3 റോ സീറ്റുകളും നിവർത്തി വെച്ചിരിക്കുന്ന പൊസിഷനിലാണ്. ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് വെറും 84 ലിറ്റർ മാത്രമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സീറ്റും നമുക്ക് ഫോൾഡ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ തേർഡ് റോ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ് എങ്കിൽ 625 ലിറ്ററും അതിന്റെ കൂടെ സെക്കൻഡ് റോ സീറ്റും കൂടി നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1065 ലിറ്ററുമാണ് കപ്പാസിറ്റി ലഭിക്കുന്നത്. അതായത് ഈ വാഹനത്തിന്റെ ഈ സീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടിപർപ്പസ് വാഹനമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ തേർഡ് റോ പാസഞ്ചേഴ്സിന് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. റൂഫ് മൗണ്ടഡ് AC കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ബാക്കിൽ സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ സീറ്റുകൾ ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് ഈസിലി അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഫുള്ളി ഈ സീറ്റ് റിമൂവ് ചെയ്ത് നമുക്കിതൊരു ലഗേജ് സ്പേസ് മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ 7 സീറ്ററായിട്ട് ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് 5 സീറ്ററായിട്ടും ഈ വാഹനം ഈസിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്നും ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോള്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ് വരുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്തൊരു സീറ്റ് കവർ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 8500 രൂപയാണ് റെനോയുടെ ലോഗോട് കൂടി ഈ സീറ്റ് കവറിന് കോസ്റ്റ് വരിക. നമുക്ക് ഇത് മാനുവൽ വേരിയന്റ് ആണ്. നമുക്ക് ഈ ഒരു ടെക്നോ വേരിയന്റിൽ മാനുവൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇവിടെ താഴെയായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കീ കാര്യങ്ങൾ കാണാം. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. AC വെൻസിന് ചുറ്റും നമുക്ക് ആ ഒരു വുഡൻ ട്രീറ്റ്മെന്റ്, ഫേക്ക് വുഡ് ഫിനിഷും കാണാനായിട്ട് പറ്റും. ഇനിയും അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ടെക്നോ വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ ആണ്. ഫീച്ചേഴ്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം ഓട്ടോ AC വന്നു എന്നുള്ളതാണ്. മറ്റ് ഡാഷ്ബോർഡിന്റെ ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷ്, ഒരു വുഡ് ഫിനിഷ് പോലത്തെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. നമുക്ക് ഡ്യുവൽ ഗ്ലോ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലും ഒരു ഗ്ലോ ബോക്സ് കാണാം, താഴെയും നമുക്ക് ഗ്ലോ ബോക്സ് കാര്യങ്ങൾ വരുന്നത്. അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഈ വാഹനം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് അകത്തേക്ക് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്കൊരു ചെറിയ ഫിംഗർ കൊണ്ട് പോലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് സ്പീഡോമീറ്റർ, എത്ര കിലോമീറ്റർ ഓടി, ബാക്കി ഫ്യൂവൽ ഗേജ്, എഞ്ചിൻ ടെമ്പറേച്ചറും എല്ലാം നമുക്കൊരു ലൈറ്റ് ഇൻഡിക്കേഷനോടുകൂടി കൊടുത്തിരിക്കുന്നു. അതിനകത്തുള്ള സംഭവങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നെ ആ ഒരു ക്ലസ്റ്ററിൽ തന്നെയാണ് ഒരു നോബ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, TPMS പോലെ ട്രിപ്പ് ബൈ ട്രിപ്പ് ബി പോലെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് TPMSും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിനോൾട്ടിൻ്റെയൊക്കെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്ലേ, വയർലെസ് ആണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ളൊരു സ്ക്രീൻ എന്ന് പറയാം. 4 സ്പീക്കറും 2 ടൂട്രോണും കൂടി മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റിൽ വന്നൊരു മാറ്റമാണ് അഡീഷണലി ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ട്യൂട്ടേഴ്സ്. പിന്നെ ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി ഒരു റിവേഴ്സ് ക്യാമറയാണ്. ആ പാർക്കിംഗ് സെൻസേഴ്സ് നമ്മൾ അത്ര ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു നോയ്സ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് ഇനഫായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം പ്ലസ് റിവേഴ്സ് ക്യാമറ എന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിലെ ഡീഫോക്കറിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ഒരു ആം റെസ്റ്റ് ഇപ്പോൾ ഈ ഒരു വേരിയൻ്റ് തൊട്ടേ നമുക്ക് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ ഒരു ആം റെസ്റ്റ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബാക്കിലേക്കുള്ള AC കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അത് കൂൾഡ് ഫീച്ചറോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഈസിലി നമുക്കിവിടെ സ്റ്റോറേജ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറോട് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡ്രൈവറിൻ്റെ ഇൻറ്റീരിയർ. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ഗ്ലോ ബോക്സ്, സെൻറ്ററിൽ ഗ്ലോ ബോക്സ്, ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ്. സീറ്റ് നമ്മുടെ ഡോറിൻ്റെ അവിടെയും പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊന്നും അഡീഷണലി ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് ശരിക്കും വരുന്നില്ല. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകളാണ്. ഡോർ പാനൽ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ കൺട്രോൾ. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. താഴെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇതിനകത്ത് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 സീറ്റും സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും. 3rd റോയിലേക്ക് പാസ് ചെയ്യാൻ നമുക്ക് ആ സീറ്റ് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബാക്കിൽ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. AC വെൻസ് പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3rd റോയിലേക്ക് AC വെൻസ് നമുക്ക് റൂഫ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. അത് സ്പ്രിൻ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ഈ സീറ്റ് ഇപ്പോൾ മാക്സിമം ഫ്രണ്ടിലോട്ട് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാക്സിമം ബാക്കിലോട്ട് ഇറക്കി നമുക്കൊരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞാൽ സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് 3rd റോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. 3rd റോ ശരിക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് കുട്ടികൾക്കാണ്. അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അഡൾട്ടിനും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പാകത്തിനുള്ള സ്പേസ് നമുക്ക് 3rd റോയിലും ലഭിക്കുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ഈ ഒരു 2nd റോയിൽ തന്നെ നമുക്ക് 3 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ 3rd റോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ഈ വാഹനം കൺസിഡർ ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു 5 സീറ്റർ ആയിട്ടും 6 സീറ്റർ ആയിട്ടും 7 സീറ്റർ ആയിട്ടും കോൺഫിഗർ ചെയ്ത് ഈ വാഹനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈവറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ പ്ലാറ്റ്ഫോമാണ് ഡ്രൈവറിനുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ഡ്രൈവറിലുണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 71 HP പവറും 96 Nm ടോർക്കുമാണ്. പക്ഷേ പേപ്പറിൽ കുറവാണെങ്കിലും റിയൽ ലൈഫിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഡ്രൈവർ ഫീൽ ചെയ്യും. മൈലേജ് 20 ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 19.7 മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 20 ക്ലെയിം ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിലൊരു 14-നും 16-നും ഇടയ്ക്ക് മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ പഴയ ഡ്രൈവർ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആവറേജ് 15 മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സാണ് പുതിയ അതിൽ ആഡ് ഓൺ ആയിട്ട് വന്നത്. ആ അപ്ഡേറ്റ് വന്നപ്പോൾ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. 10,000 രൂപ താഴെയുള്ള പ്രൈസ് ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അത്യാവശ്യം വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ഒതൻറ്റിക് ആണ്.
5,80,000 രൂപയാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 6,94,000 രൂപ. അതായത് 7 ലക്ഷം രൂപ താഴെ നിങ്ങൾക്കൊരു 7 സീറ്റർ. അതാണ് ട്രൈബറിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ബേസ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻ്റായിട്ട് വന്നിരിക്കുന്നത് എവല്യൂഷനാണ്. ആ വാഹനത്തിന് 7,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അഡീഷണലി അതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോൾസ് പോലെയുള്ള ഫീച്ചേഴ്സ് പുതിയ എവല്യൂഷനിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. തേർഡ് വേരിയൻറ്റ് നിങ്ങൾ ഈ കാണുന്ന ടെക്നോ വേരിയൻ്റ് ആണ്. ഈ ടെക്നോ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,78,000 രൂപയാണ്. ഈ 2026 അപ്ഡേറ്റ് വന്നപ്പോൾ ഈ ടെക്നോ വേരിയൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നത്. അതൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഡ്രൈവർ സൈഡിലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു, ഡ്രൈവറിൽ സൈഡിൽ നമുക്കൊരു ആംബ്രസ്റ്റ് തന്നു, ഫോൾഡിങ് മിറേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തി, ORVMs ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നു, പിന്നെ 2 ട്യൂട്ടേഴ്സ് അഡീഷണലി ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വന്നത്, റിയറിൽ ഡീഫോഗർ വന്നു, പിന്നെ നമ്മുടെ വീൽ കപ്പിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വന്നു. ഇത്ര അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ടെക്നോ വേരിയൻറ്റിൽ അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ശരിക്കും 8,78,000 രൂപയ്ക്ക് ഇതൊരു വെർത്തായിട്ടുള്ള ഒരു കാറാണെന്ന് 100% പറയാം. ഇനി ടോപ്പ് എൻഡ് വരുന്നത് എമോഷനാണ്. 9,49,000 രൂപയാണ് എമോഷൻ്റെ സിംഗിൾ ടോൺ വേരിയൻറ്റിന് പ്രൈസ് വരുന്നത്. ബ്ലാക്ക് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ. അതല്ല ഡ്യുവൽ ടോണിലേക്ക് പോവുകയാണെങ്കിൽ മാനുവലിന് 9,73,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി ട്രൈബറിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുള്ളൂ. ആ ഓട്ടോമാറ്റിക്കിന് 10,04,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലും ഡ്യുവൽ ടോൺ വേണമെങ്കിൽ 10,28,000 രൂപ. 10 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ, അതും ഓട്ടോമാറ്റിക്. എപ്പോഴും നിങ്ങൾ 7 സീറ്റർ ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം 7 സീറ്ററായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സീറ്റ് ഊരി വീട്ടിൽ വയ്ക്കുക, 5 സീറ്ററായിട്ട് ഉപയോഗിക്കുക. ബാക്കി സ്പേസ് നിങ്ങൾക്ക് ലഗേജ് കാര്യങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പല ആളുകളും ട്രൈബറിനെ ഒരു മൾട്ടി പർപ്പസ് കാറായിട്ടും യൂസ് ചെയ്യുന്നത് കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുന്നവർക്കും ട്രൈബർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ട്രൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ റെനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.